ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ ഗണിതത്തിലെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള ദശാംശ രൂപങ്ങൾ എന്നുള്ള പാഠഭാഗവും അതിലെ ആക്ടിവിറ്റീസുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാരെ അതൊക്കെ പോയിട്ട് കാണാം. നേരെ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ദശാംശ രൂപങ്ങൾ 5ാമത്തെ പാഠഭാഗമാണ്. ദശാംശ സ്ഥാനത്തെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. പലതരം അളവുകളെ ഭിന്നമായും അവയുടെ ദശാംശ രൂപമായും എഴുതുന്ന രീതി 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അളവ് കണക്ക് എന്നുള്ള പാഠഭാഗത്തിലാണ് നമ്മളത് പഠിച്ചിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഒരു പെൻസിലിൻ്റെ നീളം പലതരത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എങ്ങനെ പറയാം? 5 സെൻറ്റിമീറ്റർ, 7 മില്ലിമീറ്റർ എന്ന് പറയാം. ഇനി അതിനെ തന്നെ 5/7/10 സെൻറ്റിമീറ്റർ എന്ന് പറയാം, 5.7 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരേ കണക്ക് തന്നെയാണ്, പല രൂപത്തിലാണ് നമ്മൾ പറയുന്നത് എന്ന് മാത്രം. ഇനി ഇതുപോലെ മറ്റു അളവുകളെയും എഴുതാമെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് എന്ന് നോക്കൂ. 5/7/10 ലിറ്റർ എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 7/10നെ ഈ ദശാംശ രൂപത്തിലാക്കുമ്പോഴാണ് 5.7 എന്ന് വരുന്നത്. 5.7 എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡോട്ടിനെയാണ് നമ്മൾ ദശാംശം അല്ലെങ്കിൽ 5 പോയിന്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഇനി 5/7/10 എന്നുള്ളതിന് നമുക്ക് 5.7 കിലോഗ്രാം എന്നും എഴുതാവുന്നതാണ്. ഇവിടെ ലിറ്ററിലാണ് തന്നിട്ടുള്ളത്, ഇത് കിലോഗ്രാമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അളവുകളെല്ലാം മാറ്റി 5/7/10 എന്ന സംഖ്യയുടെ ദശാംശ രൂപമാണ് 5.7 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 5/7/10 എന്നതിനെ നമ്മൾ 5.7 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നത്. ഇനി ഇതുപോലെ അടുത്തതാണ് ഇവിടെ തന്നിട്ടുള്ളത്. 4/29/100 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ ദശാംശമാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ 4 അതേപോലെ തന്നെ എഴുതുക. എന്നിട്ട് നമ്മൾ ദശാംശം ഇട്ടിട്ട് ഇവിടെ എത്ര പൂജ്യമാണോ ഉള്ളത് അത്രയും ദശാംശ സംഖ്യകൾ ദശാംശം പോയിന്റ് കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ ഇവിടെ 2 പൂജ്യമാണുള്ളത്, അതുകൊണ്ട് 2.9 എന്ന് എഴുതിയാൽ മതി. ഇങ്ങോട്ടുള്ള സംഖ്യയെ നമ്മൾ ഓരോ സംഖ്യകളായിട്ടാണ് വായിക്കുക, അഥവാ 29 എന്ന് വായിക്കില്ല, 4.29 എന്നാണ് വായിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി നോക്കാം. എണ്ണൽ സംഖ്യകൾ എഴുതുന്നത് 1കളും 10കളും 100കളും എല്ലാം ആണല്ലേ. ഇവിടെ 1കൾ അതുപോലെ തന്നെ 10കൾ 100കൾ ഉപയോഗിച്ചാണ് എഴുതാറുള്ളത്. അഥവാ 247 എന്ന് പറയുന്നത് എന്താണ്? 2 100 ഇവിടെ ഉള്ളത്, ഇത് 100. 4 എന്ന് പറയുന്നത് 10, 7 എന്ന് പറയുന്നത് 1. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 100കൾ പ്ലസ് 4 10കൾ പ്ലസ് 7 1കൾ എന്നാണ് നമ്മൾ 247 എന്നുള്ള ഒരു സംഖ്യയെ നമ്മൾ പിരിച്ചെഴുതുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ 247.3 247.3 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ആദ്യം പൂർണ്ണസംഖ്യയും ഭിന്നസംഖ്യയുമായി ഇതിനെ പിരിച്ചെഴുതണം. അപ്പോൾ നമ്മൾ ആ ഒരു ഭിന്നസംഖ്യയായിട്ട് എഴുതിയിട്ടുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. 247.3. 3നെ നമ്മൾ എന്ത് ചെയ്തു? 3/10 എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതും. അഥവാ 247 + 3/10 എന്നുള്ളതാണ്. ഇതിലെ 3/10നെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും നമുക്ക്? 3/10 എന്ന് പറയുന്നത് എന്താണ്? 1/10 + 1/10 + 1/10 ആണ് അല്ലേ. അഥവാ 3 പ്രാവശ്യം 10ൽ ഒന്നുകൾ ഉള്ളതാണ്. അപ്പോൾ അതായത് 3 10ൽ ഒന്നുകൾ എന്നുള്ളതാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? 3/10 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ എങ്ങനെയാണ്? ഈ 3 ഒന്നുകൾ ചേരുന്നതാണ്, അഥവാ 10ൽ 3 ഒന്നുകൾ ചേർന്നുള്ളതാണ് 10ൽ ഒന്നുകൾ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ 247.3നെ 100കളും 10കളും 1കളും 10ൽ ഒന്നുകളും ഉപയോഗിച്ച് എങ്ങനെയാണ് എഴുതാൻ വേണ്ടി പറ്റുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 247നെ എഴുതണം. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ 2 100കൾ 4 10കൾ 7 1കൾ, പിന്നെ പോയിന്റ് കൊടുത്തിട്ട് എന്ത് കൊടുക്കണം? പോയിന്റ് 3 ആണ്. അപ്പം 3 10ൽ ഒന്നുകൾ എന്ന് എഴുതി കൊടുക്കുക. ഇനി ഇതുപോലെ 247.39നെ എങ്ങനെ പിരിച്ചെഴുതാം? പോയിന്റ് എന്നും ദശാംശം എന്നും നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഇനി അതിന് എങ്ങനെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് എന്നാണ് കൊടുത്തിട്ടുള്ളത്.
അതിന് നമ്മൾ എന്ത് ചെയ്യും 247 39 നമ്മൾ എന്ത് ചെയ്യും 39.0 ഡിവൈഡഡ് ബൈ 100 എന്നാക്കിയിട്ട് എഴുതും. കാരണം ഇവിടെ പോയിന്റ് കഴിഞ്ഞ 2 സംഖ്യകളാണുള്ളത്. അപ്പോൾ താഴെയുള്ളതിൽ 2 പൂജ്യം ഉണ്ടായിരിക്കണം. 2 പൂജ്യം ഉള്ളത് 100ആണ്. അപ്പോൾ 247 + 39/100 എന്നായിട്ട് മാറും. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതാം? ഇതിൽ 39 എന്ന് പറയുന്നത് എന്താണ്? 3 10-1കളാണ്. അതുപോലെ 90 ഡിവൈഡഡ് ബൈ 100 എന്നതിൽ 9 10-1കളാണ് ഉള്ളത് അല്ലേ. ഇനി 247.39 എന്നതിന് നമ്മൾ എഴുതുന്നത് 2 100 4 10 7 100 അല്ല 7 1കൾ, പിന്നെ 3 എന്താണ്? 3 10-1കൾ, 9 100-1കളായിട്ടാണ് എഴുതുന്നത്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ രൂപത്തിൽ വേണം നമ്മൾ ഒരു സംഖ്യയെ എഴുതാൻ. ഇതാണ് നമുക്കിതിൻ്റെ പ്രവർത്തനമുണ്ട്. അത് ചെയ്യുമ്പോൾ കൂട്ടുകാർക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പൊതുവെ നമ്മൾ പറഞ്ഞാൽ ദശാംശ രൂപത്തിൽ പൂർണ്ണസംഖ്യയെയും ഭിന്നത്തിനെയും വേർതിരിച്ചു കാണിക്കാനാണ് ഇവയ്ക്കിടയിൽ ഒരു കുത്തിടുന്നത്. ഇതിൻ്റെ ഇടത്തോട്ടുള്ള അക്കങ്ങൾ 1-ൻ്റെയും 10-ൻ്റെയും 100-ൻ്റെയും ഒക്കെ ഗുണിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വലത്തോട്ടുള്ള അക്കങ്ങൾ 10-1-ൻ്റെയും 100-1-ൻ്റെയും 1000-1-ൻ്റെയും ഒക്കെ ഗുണിതങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കുത്തിനെയാണ് നമ്മൾ പോയിന്റ് അല്ലെങ്കിൽ ദശാംശം എന്ന് പറയുന്നത് എന്നും മനസ്സിലാക്കി വെക്കുക. ഉദാഹരണമായിട്ട് മുകളിൽ പറഞ്ഞ 2 സംഖ്യകളെയും സ്ഥാനവില അനുസരിച്ച് ഇങ്ങനെ പിരിച്ചെഴുതാം. എങ്ങനെയാണ് എഴുതേണ്ടത്? 247.3 എന്നതിനെ 247 എഴുതുക. പിന്നെ 3നെ 1/10 എന്നുള്ള കാറ്റഗറിയിലാണ് എഴുതേണ്ടത്. ഇനി 3 9 എന്നുള്ളതിനെ 3നെ 1/10-ലും 9നെ 1/100-ലുമാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത്. ഇനി താഴേക്ക് നോക്കാം. ചുവടെ സംഖ്യകളെ സ്ഥാനവില അനുസരിച്ച് പിരിച്ചെഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് ഓരോന്നായിട്ട് എഴുതി നോക്കാം. ഒന്നാമത്തേത് 4.5 ആണ് അല്ലേ. 4.5 എന്നുള്ളതാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. 1 എന്നിവിടെ നമ്പർ ഇട്ട് കൊടുക്കുക. 1 4.5 ആണ്. അപ്പോൾ അവിടെ 4 എന്താണ്? 4 1കളാണുള്ളത്. ആദ്യം വരുന്നത് 4 1കൾ പ്ലസ് എന്ത് വരും? അവിടെ 0.5 ആണുള്ളത് അല്ലേ. അപ്പോൾ ആ 5നെ നമ്മൾ എന്താക്കിയിട്ട് എഴുതും? 5 10-1കളാക്കിയിട്ട് എഴുതും. 5 10-1കൾ. ഓക്കെ, ഇനി ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതാനുള്ളത് രണ്ടാമത്തേതാണ്. 2 എന്താണ്? 4.57 ആണ് അല്ലേ. അപ്പോൾ അവിടെ 4 എന്ന് പറയുന്നത് 4 1കളുടെ സ്ഥാനത്താണുള്ളത്. 4 1കൾ പ്ലസ് എന്ത് വേണം? 5 10-1കൾ പ്ലസ് അവിടെ എന്തുണ്ട്? 7 കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 7 എന്താണ്? 7 100-1കളാണ് വരുന്നത്. 7 100-1കൾ. ഓക്കെ, 100-1കൾ. കൂട്ടുകാർ വൃത്തിയായിട്ട് എഴുതുക. ഇനി രണ്ടാമത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് മൂന്നാമത്തേതാണ്. 3 എന്ന് നമ്പർ ഇട്ട് കൊടുക്കുക. മൂന്നാമത്തേതിൽ 4.572 ആണ്. അപ്പോൾ അവിടെ 4 എന്നുള്ളത് 4 1കളിൽ തന്നെ വരും. 4 1കൾ പ്ലസ് എന്താണ് 5 10-1കൾ പ്ലസ് 7 എന്താണ് 7 100-1കൾ ഇനി 10 100 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനത്തേക്ക് ഏതാ പോകുന്നത് 1000 ആണല്ലേ അപ്പോൾ 2 1000-1കളാണ് ത്തിൽ-1കൾ ഓക്കെ ഇനി അത് കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ളത് നാലാമത്തേതാണ് അടുത്തതായിട്ട് നമുക്ക് നാലാമത്തേത് എഴുതി നോക്കാം 4ലുള്ളത് 45.72 ആണല്ലേ അപ്പോൾ അവിടെ 45 ആണുള്ളത് അപ്പോൾ അവിടെ 1 വന്നു 10 വന്നു അല്ലേ അപ്പോൾ 4 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ഥാനത്താണ് അവിടെ ഉള്ളത് കൂട്ടുകാരെ 4 10കളുടെ സ്ഥാനത്താണുള്ളത് 4 10കൾ പ്ലസ് 5 1കൾ പ്ലസ് എന്ത് വരും 7 10-1കൾ പ്ലസ് അവിടെ 2 വരുന്നുണ്ട് 2 100-1കൾ
ഓക്കെ, ഇനി അവസാനത്തേതെന്ന് പറഞ്ഞാൽ അഞ്ചാമത്തേതാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. 5 എന്ന് നമ്പർ കൊടുക്കുക. 457.2 വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായി? ഇത് 1 ഇത് 10 ഇത് 100 അപ്പോൾ 4 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ഥാനത്താണ്? 4 100ൻ്റെ സ്ഥാനത്താണുള്ളത്. അപ്പോൾ 4 100കൾ വരും, പ്ലസ് എന്ത് വരും? 5 10കൾ വരും, പ്ലസ് അവിടെ എന്താണ്? 7 1കൾ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദശാംശം കഴിഞ്ഞാൽ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 10ൽ 1കൾ വരും, 10ൽ 1കൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരേണ്ടത്. കൂട്ടുകാർ വൃത്തിയായിട്ട് എഴുതുക. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഒറ്റ 10 100 എന്നുള്ളത് മനസ്സിലായാൽ മാത്രം മതി. ദശാംശം കഴിഞ്ഞിട്ടുള്ളത് ആദ്യം വരുന്ന സംഖ്യ 10ഉം രണ്ടാമത് വരുന്നത് 100 പിന്നെ 1000 അങ്ങനെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ചില അളവുകളുടെ ദശാംശ രൂപം വീണ്ടും നോക്കാം. ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് 23 മീറ്റർ 40 സെൻറ്റിമീറ്ററും എന്നതിൻ്റെ ദശാംശ രൂപം എങ്ങനെയാണ്? 23 മീറ്ററും 4 സെൻറ്റിമീറ്ററുമാണ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ 23 40/100 എന്നാക്കിയിട്ട് എഴുതുന്നത്. കാരണം ഇവിടെ 100 എഴുതാനുള്ള കാരണം 2 സംഖ്യകളാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ടാണ് 100 എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 23.40 എന്നാക്കിയിട്ട് എഴുതാം. ഇനി ഈ 40 എന്നതിന് നമുക്ക് വീണ്ടും കുറക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ 40/100 എന്ന് പറയുന്നതിൽ ഇതും കൂടെ വെട്ടിപ്പോവും. അപ്പോൾ എന്താണ്? 4/10 മാറി അല്ലേ. 4/10 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ 4 എന്നുള്ളതാണ്. കാരണം ഇവിടെ 0ന് വിലയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4 എന്ന് എഴുതിയാൽ മതി. 23.4 എന്ന് എഴുതിയാലും കറക്റ്റാണ്. കണ്ടോ, ഇതാണ്. അപ്പോൾ അതായത് 23.40 എന്നതിന് 23.4 എന്ന രീതിയിലും നമുക്ക് എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി താഴേക്ക് നോക്കൂ. അഥവാ സ്ഥാനവില അനുസരിച്ച് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 23.4 എന്നുള്ളത് 1/10 വരുന്നതാണ്. പിന്നെ 0 1/100 വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു 0ന് വില ഇതില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? 23.4 എന്നുള്ളത് 1/10 അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ 23 മീറ്റർ 40 സെൻറ്റിമീറ്റർ എന്നതിനെ 2 തരത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. ഒന്ന് 23.40 മീറ്റർ എന്നും 23.4 മീറ്റർ എന്നും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി 23 മീറ്ററും 4 സെൻറ്റിമീറ്ററും ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 4 സെൻറ്റിമീറ്റർ എന്നാൽ 1 മീറ്ററിൻ്റെ 4/100 ആണല്ലേ. അതായത് 4/100 എന്നുള്ളതാണ് അവിടെ 4 സെൻറ്റിമീറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ 23 മീറ്ററും 4 സെൻറ്റിമീറ്ററും എന്നതിന് നമുക്ക് 23.4/100 മീറ്റർ എന്ന രീതിയിൽ എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി 23.4/100 എന്ന സംഖ്യയെ സ്ഥാനവില അനുസരിച്ച് പിരിച്ചെഴുതിയതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് 23.4/100ൻ്റെ ദശാംശ രൂപം എന്ന് പറയുന്നത് എന്താണ്? 23.4/100 എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്? 23 വരും. പിന്നെ ഇവിടെ 2 0 അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദശാംശം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സ്ഥാനം കൊടുക്കണം അല്ലേ. പക്ഷെ ഇവിടെ 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 എഴുതുക. അതിൻ്റെ മുന്നേ ആയിട്ട് ഒരു 0 കൂടെ നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ 23.04 എന്നായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി അത് മില്ലിമീറ്റർ ആകുമ്പോൾ നമുക്കറിയാം ഒരു മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1000 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യും? നമ്മൾ 4/100 എന്നുള്ളിടത്ത് 4/1000 എന്നായിട്ട് എഴുതും. അപ്പോൾ 23.4/1000 ആകുമ്പോൾ അതെന്താണ്? 23 ഇവിടെ നമുക്കറിയാം 3 0 വേണം. അപ്പോൾ ദശാംശം കഴിഞ്ഞാലും 3 സ്ഥാനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ആദ്യം 4 എഴുതി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 23.004 എന്നായിട്ട് ഇത് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, 23.440 എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇനി 4 കിലോഗ്രാം 55 ഗ്രാമിനെ കിലോഗ്രാമായി ദശാംശ രൂപത്തിൽ എഴുതി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? 4 കിലോഗ്രാം ആണുള്ളത് അല്ലേ. അതിന് 55 എന്താണ്? ഗ്രാം ആണുള്ളത്. നമുക്കറിയാം ഗ്രാം കിലോഗ്രാം ആകുമ്പോൾ 1000 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാറ്. അപ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 4 ദശാംശം. ഇവിടെ 55 2 സംഖ്യകളുണ്ട്. അപ്പോൾ ഒരെണ്ണം മിസ്സിംഗ് ആണ്, കാരണം ഇവിടെ 3 0 ഉണ്ട്. അപ്പോൾ ഒരു 0 മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി? 4.055 കിലോഗ്രാം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കിലോഗ്രാം.
ക്ലിയർ അല്ലേ? കിലോഗ്രാം ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എത്ര പൂജ്യമാണോ ഉള്ളത് അതിനനുസരിച്ച് അത്രയും ദശാംശം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും സംഖ്യകൾ നമുക്ക് ആവശ്യമാണ് എന്നുള്ള ആ ഒരു തത്വം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതായിട്ട് നോക്കൂ. അടുത്തതായിട്ട് നമുക്കിവിടെ പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. നമുക്ക് നേരെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന അളവുകളെയെല്ലാം ഭിന്നസംഖ്യകൾ ഉപയോഗിച്ചും ദശാംശ രീതിയിലും പറഞ്ഞിരിക്കുന്ന അളവുകളിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് ചെയ്തു നോക്കാം. ഒന്നാമത്തേത് തന്നിട്ടുണ്ട് 4 മീറ്ററും 30 സെൻറ്റിമീറ്ററുമാണ്. അതിനവിടെ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ്? 4 എഴുതിയിട്ടുള്ളത് നോക്കൂ. 4 30/100 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 100 ആയതുകൊണ്ട് തന്നെ ദശാംശം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണം? ഒരു സംഖ്യ എഴുതിയാലും മതി. ഓക്കെ. ഇനി അടുത്തത് 4 മീറ്ററും 3 സെൻറ്റിമീറ്ററുമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അവിടെ 30 സെൻറ്റിമീറ്റർ ആയിരുന്നു, ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്. അതിന് നമ്മൾ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 4 3/100 എന്നാക്കിയിട്ട് നമുക്ക് എഴുതാം. 3/100. അപ്പോൾ 4 3/100 മീറ്റർ ആയിട്ട് മാറും. അതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 2 പൂജ്യമാണുള്ളത്, ഇവിടെ ഒരു സംഖ്യയേ ഉള്ളൂ. അതുകൊണ്ട് 4 എഴുതിയിട്ട് ദശാംശം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 ഒരു 0 കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം 4.03 മീറ്റർ ആയിട്ട് മാറും. ഇനി അടുത്തത് 4 മീറ്ററും 3 മില്ലിമീറ്ററുമാണ്. മില്ലിമീറ്ററിൽ എഴുതുമ്പോൾ നമുക്കറിയാം അതിനെ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 4 3/1000 എന്ന് എഴുതി കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? 4 ഈ 3 ഇവിടെ 3 പൂജ്യമാണുള്ളത്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ദശാംശം കഴിഞ്ഞാലും 3 സ്ഥാനങ്ങൾ വേണം. അപ്പോൾ 0 0 3 എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് 3 കിലോഗ്രാം ആണ്. അത് ഈ 3 കിലോഗ്രാമും 200 ഗ്രാമുമാണുള്ളത് അല്ലേ? അപ്പോൾ ഗ്രാമിനെ നമുക്ക് കിലോഗ്രാമിലേക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യണം? ആദ്യം നമുക്കിത് ഇതിനെ 3 പിന്നെ 200 ആണുള്ളത് അല്ലേ? അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് നോക്കുക. 1000. ഓക്കെ. ഇനി ഇതിലെന്ത് ചെയ്യണം? നമ്മൾ ഈ പൂജ്യം വെട്ടിക്കളയുക, ഈ പൂജ്യം വെട്ടിക്കളയുക. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി? ഈക്വൽ ടു 3 2/10 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്ക് മാറ്റിയാൽ മതി. നമ്മൾ 3.2 ഇവിടെ ഒരു സംഖ്യയായിട്ട് മാറിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ 3.2 കിലോഗ്രാം ആയിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. അടുത്തത് 3 കിലോഗ്രാമും 250 ഗ്രാമും ആണുള്ളത്. അതും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക. 250 ഡിവൈഡഡ് ബൈ എത്ര കൊടുക്കണം? 1000 കൊടുക്കണം അല്ലേ? 1000. ഈ പൂജ്യം കൂടെ വെട്ടിപ്പോവും. അപ്പോൾ എന്തായി? 25 ഡിവൈഡഡ് ബൈ 100 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഇനി 2 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദശാംശം കഴിഞ്ഞാലും ഇനി നമുക്ക് 2 സ്ഥാനം മാത്രം മതി. അതുകൊണ്ട് 3.25 കിലോഗ്രാം ആയിട്ട് മാറും. ഇനി 3 കിലോഗ്രാം 25 ഗ്രാമാണുള്ളത്. അതിനെ നമുക്ക് ഇതുപോലെ എഴുതി നോക്കാം. 3 25 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം നമ്മൾ? 25 അപ്പോൾ ഇവിടെ 25 നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിട്ട് വരും? 3 ദശാംശം ഇവിടെ 3 സംഖ്യകളാണുള്ളത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 25 എന്നതിൽ 2 സംഖ്യകളുള്ളൂ. അപ്പോൾ ആദ്യം ഒരു 0 എഴുതി കൊടുക്കുക, ബാക്കി 2 5 കൂടെ എഴുതി കൊടുക്കുക. അപ്പോൾ 3.025 കിലോഗ്രാം ആയിട്ട് മാറും. ഇനി അടുത്തത് 30 കിലോഗ്രാമും 250 ഗ്രാമുമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതേപോലെ തന്നെ എഴുതി കൊടുക്കണം. 30 250 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഈ പൂജ്യവും വെട്ടിപ്പോവും. 25 ഡിവൈഡഡ് ബൈ 100 ആയിട്ട് മാറും അല്ലേ? 25 ഡിവൈഡഡ് ബൈ 100 ആയിട്ട് മാറും. അപ്പോൾ അത് എത്രയാണ്? 30 ദശാംശം. ഇവിടെ ഇനി 2 പൂജ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ 2 സംഖ്യകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 30 2 5 എന്നുള്ളത് ഒരുമിച്ച് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ 30.25 ആയിട്ട് മാറും. ഇനി അടുത്തത് 10 ലിറ്ററും 750 മില്ലി ലിറ്ററുമാണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാം? 10 ലിറ്ററും 750 മില്ലി ലിറ്ററുമാണ് അല്ലേ? 10 ലിറ്ററും 750 ആണ്. അപ്പോൾ മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റാൻ നമ്മൾക്ക് 1000 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 10
10,750 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതി കൊടുക്കുക. ഈ പൂജ്യവും കൂടെ വെട്ടിപ്പോവും. 75 ഡിവൈഡഡ് ബൈ 100 ആയിട്ട് മാറും അല്ലേ. ഇനി നമുക്കറിയാം ഇവിടെ എന്താണ് 2 പൂജ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 സ്ഥാനം വേണ്ടുള്ളൂ. അപ്പോൾ 2 സ്ഥാനം ഇവിടെ ഉണ്ട് 75 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 10.75 എന്നായിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് 10 ലിറ്ററും 75 മില്ലി ലിറ്ററുമാണ്. മില്ലി ലിറ്റർ ആകുമ്പോൾ അതിനെ 1000 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 10,75 ഡിവൈഡഡ് ബൈ 1000 എന്നായിട്ട് മാറും. ഇവിടെ ഒന്നും വെട്ടിക്കളയാനില്ല. പക്ഷേ നമുക്ക് 3 സ്ഥാനം ദശാംശം കഴിഞ്ഞിട്ട് വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 0 ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ 10 ഇവിടെ 75 2 ഉള്ളൂ. അപ്പോൾ ആദ്യം ഒരു 0 എഴുതുക, പിന്നെ 75 കൂടെ എഴുതുക. അപ്പോൾ 10.075 ലിറ്റർ ആയിട്ട് മാറും. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് 10 ലിറ്ററും 705 മില്ലി ലിറ്ററുമാണ്. അപ്പോൾ ഇവിടെയും ഇതേപോലെ തന്നെ എഴുതുക. 10,705 ഡിവൈഡഡ് ബൈ എത്ര വേണം? 1000 വേണം അല്ലേ. മില്ലി ലിറ്റർ ആയതുകൊണ്ട് 1000 എന്ന് കൊടുക്കുക. ഇവിടെ ഒന്നും വെട്ടിക്കളയാൻ നമുക്ക് പറ്റില്ല. ഇവിടെ 3 സ്ഥാനവും നമുക്ക് വേണം. പക്ഷേ എന്താണ്, ഓൾറെഡി ഇവിടെ 3 സ്ഥാനം ഉണ്ട് 705 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 10.705 ലിറ്റർ ആയിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കാം. ലാസ്റ്റ് വണ്ണാണ് 100 ലിറ്ററും 750 മില്ലി ലിറ്ററുമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ 100 750 ഡിവൈഡഡ് ബൈ 1000 എന്ന് കൊടുക്കുക. ഈ പൂജ്യം വെട്ടിപ്പോവുക. 75 ഡിവൈഡഡ് ബൈ 100 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ 100 എന്ന് എഴുതുമ്പോൾ 2 പൂജ്യമേ ഉള്ളൂ. 2 സ്ഥാനം മാത്രമേ ദശാംശം കഴിഞ്ഞിട്ട് വരേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ 100.75 2 സ്ഥാനം അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് മാറും. അപ്പോൾ 100.75 ലിറ്റർ ആയിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠഭാഗം തന്നെയാണിത്. ഇനി നമുക്ക് നേരെ അടുത്ത പ്രവർത്തനങ്ങളിലേക്ക് പോകാം. അടുത്തതായിട്ട് ദശാംശവും ഭിന്നവും എന്നുള്ളതാണ്. ദശാംശ രൂപത്തിൽ പറഞ്ഞിരിക്കുന്ന പലതരം അളവുകളെ ഭിന്നമായി മാറ്റി എഴുതുന്നത് കണ്ടു അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് 7.3 അല്ലെങ്കിൽ 7.3 എന്നതിനെ നമ്മൾ എന്തായിട്ട് മാറ്റി എഴുതി? ഭിന്ന രൂപമായിട്ട് 7/3/10 എന്നുള്ള രൂപത്തിലേക്കാണ് ഇവിടെ ഭിന്നമായിട്ട് മാറ്റി എഴുതിയിട്ടുള്ളത്. ഇത് മില്ലി ലിറ്റർ ആയിട്ട് എഴുതുമ്പോൾ എന്തായിട്ട് മാറും? ഇവിടെ 10 എന്നുള്ളിടത്ത് മാറിയിട്ട് അത് മില്ലി ലിറ്റർ ആകുമ്പോൾ 1000 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി 1 സെൻറ്റിമീറ്റർ എന്നാൽ 10 മില്ലിമീറ്റർ ആണ്. 7 സെൻറ്റിമീറ്റർ 70 മില്ലി ലിറ്റർ ആണെന്ന് നമുക്ക് മില്ലിമീറ്റർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ 3/10 സെൻറ്റിമീറ്ററും മീറ്റർ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1/10കൾ 3 എണ്ണം ചേർന്നതാണല്ലോ 3/10 എന്ന് പറയുന്നത് അല്ലേ. അഥവാ 1/10 പ്ലസ് 1/10 പ്ലസ് 1/10 എന്നുള്ളതാണ് നമ്മൾ 3/10 ആയിട്ട് എഴുതുന്നത്. അപ്പോൾ 1/10 സെൻറ്റിമീറ്റർ എന്നാൽ 1 മില്ലിമീറ്റർ. അപ്പോൾ 3/10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്രയാണ്? 3 മില്ലിമീറ്റർ ആണ്. അഥവാ 1/10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണെങ്കിൽ 3/10 എന്ന് പറയുന്നത് 3 മില്ലിമീറ്റർ ആണ്. ഓക്കെ. ഇനി ഇങ്ങനെ എഴുതാം. 7.3 സെൻറ്റിമീറ്റർ 3/10 സെൻറ്റിമീറ്റർ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? 7 × 3 ചെയ്ത് കഴിഞ്ഞാൽ 73 എന്ന് അവിടെ നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്? 7 × 10 ചെയ്തിട്ട് അതിന് നമ്മൾ എന്താണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ 73 എന്ന് പ്ലസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 73 മില്ലിമീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇത് വീണ്ടും അല്പം മാറ്റാം. 73 മില്ലി ലിറ്റർ എന്നാൽ 7/10 സെൻറ്റിമീറ്റർ നീളമുള്ള 73 എണ്ണം ചേർന്നതാണ് അല്ലേ. അഥവാ 73 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 73/30 എന്നാക്കിയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഇതിലെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ 1 മീറ്റർ എന്നാൽ 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 1 മീറ്റർ എന്നാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 7 മീറ്റർ എന്ന് പറയുന്നത് 700 സെൻറ്റിമീറ്റർ സ്വാഭാവികമായിട്ടും ആകും. കാരണം 7 × 100 എന്ന് ചെയ്ത് നോക്കിയാൽ 700 എന്ന് നമുക്ക് കിട്ടും. ഇനി മറിച്ച് 1/100 മീറ്റർ എന്നാൽ 1 സെൻറ്റിമീറ്റർ ആയാൽ നമ്മളവിടെ എന്ത് ചെയ്യണം? 33 ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. അപ്പോൾ അവിടെ എന്താണ്? 33 സെൻറ്റിമീറ്റർ എന്ന് തന്നെ കിട്ടും. അഥവാ 7.31 മീറ്റർ എന്ന് പറയുന്നത് 7/31 ഡിവൈഡഡ് ബൈ 100 മീറ്റർ ആയിട്ട് മാറും. അഥവാ 731 സെൻറ്റിമീറ്റർ ആയിട്ട് അവിടെ മാറും. ഇനി 731 സെൻറ്റിമീറ്ററിനെ തിരിച്ച് മീറ്ററിലാക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ അതിനെ 100 കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ
അവിടെ ഉണ്ടാവുന്നത് എന്താണ്? 7.31 എന്ന് പറയുന്നത് 731 ഡിവൈഡഡ് ബൈ 100 മാറും. ഇതിന് നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ഈ 731 7.319 എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അഥവാ 7.319 മീറ്റർ എന്ന് പറയുന്നത് 7,319 ഡിവൈഡഡ് ബൈ 1000 1000 ലിറ്റർ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ 7 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 700 മില്ലി ലിറ്റർ ആണ്, 7000 മില്ലി ലിറ്റർ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് 319 മില്ലി ലിറ്ററും കൂടെ കൂട്ടണം. അങ്ങനെ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 7319 മില്ലി ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, മില്ലി ലിറ്റർ എന്ന് കിട്ടും. അതിനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 7319 ഡിവൈഡഡ് ബൈ 1000 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ലിറ്ററിലാക്കുമ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ 1000 അവിടെ വെച്ച് കൂട്ടിക്കഴിഞ്ഞാലും മതി. ഇനി അടുത്തതായിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എന്താണ് 7.3 എന്നുള്ളതിന് നമ്മൾ എന്താക്കി? 7.3 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ദശാംശം കഴിഞ്ഞ ഒരു സംഖ്യയാണുള്ളത്. അതുകൊണ്ട് തന്നെ 73/10 എന്ന് നമുക്ക് എഴുതാം. ഇനി ഇവിടെ 2 ദശാംശമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് 100 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. 3 ദശാംശം വരുമ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ദശാംശ ബിന്ദുവിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഭിന്നത്തിൻ്റെ ഛേദത്തിൽ വരുന്ന മാറ്റം എന്താണ്? അവിടെ ഛേദത്തിൽ 0 കൂടുതൽ ായിട്ട് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ 12.03 ഭിന്ന രൂപം പറയാമോ എന്ന് പറയുന്നുണ്ട്. എങ്ങനെ എഴുതാം നമുക്ക്? 1203 ഇത് ഒരുമിച്ചിട്ട് എഴുതാം. എന്നിട്ട് അതിനെ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ 2 പൂജ്യമാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മറിച്ച് 12003 എന്ന ഭിന്നസംഖ്യ 1000 എന്ന ഭിന്നസംഖ്യയുടെ ദശാംശ രൂപം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ ദശാംശമായിട്ട് മാറുന്നത് എത്രയാണ്? ദശാംശം എന്ന് പറയുന്നത് അവിടെ 3 സംഖ്യകളാണുള്ളത്. അതുകൊണ്ട് തന്നെ 1.203 മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഛേദം നോക്കി ദശാംശ രൂപത്തിൽ ബിന്ദുവിന് ശേഷം എത്ര അക്കങ്ങൾ ഉണ്ടാകും എന്ന് പറയാമോ? എത്ര ഉണ്ടാവും? 3 അക്കങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, കാരണം ഇവിടെ 3 പൂജ്യം ഉണ്ട്. അതുകൊണ്ട് ദശാംശം കഴിഞ്ഞു കഴിഞ്ഞാൽ 3 അക്കങ്ങൾ ഉണ്ടായിരിക്കും. ഇനി അടുത്തതായിട്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, ആദ്യത്തേത്, ചുവടെ ദശാംശ രൂപത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യകളെ 10, 100, 1000 ഇവ ഏതെങ്കിലും ഛേദമായ ഭിന്നസംഖ്യയായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നിട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത് 3.7 ആണല്ലേ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 3.7നെ ഇവിടെ ദശാംശം കഴിഞ്ഞാൽ 7 മാത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 37 ഡിവൈഡഡ് ബൈ 10 ആണ്. കാരണം ഒരു ദശാംശം കഴിഞ്ഞ് ഒരു സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് 10 കൊണ്ട് ചെയ്താൽ മതി. അടുത്തത് 3.07 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇതിനെല്ലാത്തിനെയും ഒരുമിച്ച് എഴുതുക. 307 ഡിവൈഡഡ് ബൈ ദശാംശം കഴിഞ്ഞ 2 സ്ഥാനമുണ്ട്. അതുകൊണ്ട് 2 പൂജ്യം വരുന്നത് 100 ആണ്. അപ്പോൾ 100 കൊണ്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. അടുത്തത് നോക്കൂ, 30.7 ആണല്ലേ. 30.7 ആണ്. അപ്പോഴും നമ്മൾ 307 ഒരുമിച്ചിട്ട് എഴുതുക. ദശാംശം കഴിഞ്ഞാൽ ഒരു സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പൂജ്യമായിട്ടുള്ള 10 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അടുത്തത് നോക്കൂ, 3.72 ആണല്ലേ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 372 ഒരുമിച്ചിട്ട് എഴുതുക. ദശാംശം കഴിഞ്ഞ 2 സ്ഥാനമുണ്ട്. അതുകൊണ്ട് 100 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അടുത്തത് നോക്കൂ, 37.2 ആണല്ലേ. അവിടെ 372 എഴുതുക. ദശാംശം കഴിഞ്ഞ ഒരു സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് 10 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അടുത്തത് നോക്കൂ, 3072 ആണുള്ളത്. 3.072 ആണ്. അപ്പോൾ നമ്മളിതിനെ ഒരുമിച്ചിട്ട് എഴുതാം. 3072 എന്ന് എഴുതി കൊടുക്കുക. ദശാംശം കഴിഞ്ഞാൽ 3 സ്ഥാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ദശാംശം കഴിഞ്ഞ 3 സ്ഥാനം ഉള്ളതിനനുസരിച്ച് 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ 3 0 ഇടുമ്പോൾ 1000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് 30.72 ആണുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെയും നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ എഴുതാം. എന്ത് ചെയ്താൽ 3702 എന്ന് ഒരുമിച്ചിട്ട് എഴുതുക. എന്നിട്ട് നമുക്കിവിടെ അറിയാം ദശാംശം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് 2 പൂജ്യമായിട്ടുള്ള 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഇതിന് താഴെ അടുത്തൊരു ചോദ്യം കൂടെയുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് ചുവടെയുള്ള ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ എഴുതിയത് എന്താണ്? നേരെ തിരിച്ചായിരുന്നു അല്ലേ. ദശാംശ രൂപത്തിനെ ഭിന്നസംഖ്യയാക്കിയിട്ടാണ് എഴുതിയത്. ഇവിടെ ഭിന്നസംഖ്യയെ ദശാംശമാക്കിയിട്ട് എഴുതണം. ആദ്യം തന്നിട്ടുള്ളത് 51 ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഈ 2 സംഖ്യകളും കൂടെ ഒരുമിച്ചിട്ട് എഴുതുക. അഥവാ 5ഉം 1ഉം ഒരുമിച്ചിട്ട് എഴുതുക. ഇവിടെ 10 ആണുള്ളത്, ഒരു പൂജ്യമാണുള്ളത്. അപ്പോൾ ഒരു സ്ഥാനമാണ് ദശാംശം കഴിഞ്ഞിട്ട്
വന്നിട്ട് വരേണ്ടത്. അതുകൊണ്ട് 5.1 അല്ലെങ്കിൽ 5.1 എന്നാക്കിയിട്ട് മാറ്റി എഴുതുക. അടുത്തത് നോക്കൂ, 513 513 എന്ന് എഴുതുക. ഇവിടെ 10 ആണുള്ളത്. 10 എന്ന് പറയുമ്പോൾ ദശാംശം കഴിഞ്ഞാൽ ഒരു സ്ഥാനം മതി. അതുകൊണ്ട് തന്നെ 53.3 എന്നാക്കിയിട്ട് വരും. അടുത്തത് 513 തന്നെയാണ്. 513 എഴുതുക. ഇവിടെ 100 ആണുള്ളത്. അപ്പോൾ 2 സ്ഥാനങ്ങൾ ദശാംശം കഴിഞ്ഞ് വേണം. അതുകൊണ്ട് 5.13 എന്നാക്കിയിട്ട് മാറ്റി എഴുതുക. അടുത്തത് നോക്കൂ, 513 ആണുള്ളത് അല്ലേ. 513 തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. 513 എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ എന്താണ്, 3 സ്ഥാനങ്ങൾ ദശാംശം കഴിഞ്ഞിട്ട് വേണം. ഇവിടെ ആകെ 3 സംഖ്യകളേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ 3 സംഖ്യകളെയും ഇട്ടിട്ട് നമ്മൾ ദശാംശം ഇടുക. അതിന് മുന്നേ ആയിട്ട് ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.513 എന്നായിട്ട് മാറും. അടുത്തത് നോക്കൂ, അടുത്തത് തന്നിട്ടുള്ളത് 5130 ആണല്ലേ. ഈ 5130 നമ്മൾ എന്ത് ചെയ്യണം, 5130 എന്ന് എഴുതുക. ഇവിടെ 3 സ്ഥാനമാണുള്ളത്. അപ്പോൾ ഇവിടെ 3 സ്ഥാനം കഴിച്ചിട്ട് നമ്മൾ ദശാംശം ഇട്ട് കൊടുക്കുക. അപ്പോൾ 5.130 എന്നായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇതും സിമ്പിൾ ആയിട്ടുള്ള കണക്കാണല്ലേ. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, കൂട്ടലും കുറയ്ക്കലും എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. 4.3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചു. അതിനെ 2.5 സെൻറ്റിമീറ്റർ കൂടി നീട്ടി വരച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതാണ് ആദ്യം വരച്ചിട്ടുള്ള 4.3 എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ കൂടെ എന്ത് ചെയ്തു, ഇതും കൂടെ കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വരയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്, ഇത് രണ്ടും കൂടെ കൂട്ടിയതാണല്ലേ. അഥവാ 4.3 2.5 കൂടെ കൂട്ടിയതായിരിക്കും. അപ്പോൾ എത്രയാണ് അത് എന്നാണ് ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, ഇതെന്താണ്, ദശാംശം വന്നിട്ടുള്ളതാണല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ആദ്യം ദശാംശത്തിന് പകരം സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ ഇവിടെ എത്രയാണ്, ഈ 4ഉം ഈ 2ഉം കൂടെ കൂട്ടുക. 4 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്ര കിട്ടും, 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ. എന്നിട്ട് നമ്മൾ ഈ 3ഉം 5ഉം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്രയാണ്, 8 മില്ലിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 6 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററുമാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ 4 സെൻറ്റിമീറ്ററിന് 2ഉം കൂടെ കൂട്ടുമ്പോൾ 6 കിട്ടും, 3ഉം 5ഉം കൂടെ കിട്ടുമ്പോൾ 8ഉം കിട്ടും. അപ്പോൾ 6 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററുമാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഇതിനെ എങ്ങനെ നമ്മൾ ദശാംശ രൂപത്തിലാക്കി എഴുതും എന്നാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഒന്നുകിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ എഴുതാം, 6.8 എന്ന് എഴുതി കൊടുക്കാം. ഇനി അതല്ലാതെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യാം, 68നെ നമുക്ക് 6 അല്ലേ. അപ്പോൾ 68 ഡിവൈഡഡ് ബൈ 10 എന്ന് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരും, 6.8 എന്ന് തന്നെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം അളവുകൾ തമ്മിൽ മില്ലി ലിറ്റർ ആക്കിയിട്ട് മാറ്റുക. അഥവാ 4.3 എന്നുള്ളതിനെ നമ്മൾ 43 എന്നും 2.5 എന്നതിനെ 25 എന്നും എഴുതി കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം കൂട്ടുകാരെ, ഇവിടെ 45ഉം 25ഉം 43 25ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് പലതരത്തിൽ കിട്ടും അല്ലേ. അപ്പോൾ 43 + 25 എന്ന് പറയുന്നത് 40 + 20 ആദ്യം ചെയ്തു നോക്കുക. പിന്നെന്തുണ്ട്, 3ഉം 5ഉം ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ എത്രയാണ്, 3ഉം 5ഉം കൂടെ കൂട്ടുക. അപ്പോൾ 40ഉം 20ഉം കൂടെ 60ആയി, 5ഉം 3ഉം 8ആയി. അപ്പോൾ 68 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ വരയുടെ നീളം എന്ന് പറയുന്നത് 68 മില്ലി ലിറ്റർ ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ദശാംശ രൂപത്തിൽ എഴുതണം. 68 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററുമാണ്. അഥവാ 6.8 എന്നുള്ളതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഇനി ആദ്യം അളവുകൾ മാറ്റി സംഖ്യകളെ ഭിന്ന രൂപത്തിലാക്കി എഴുതുന്ന മറ്റൊരു രീതിയുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യാം, 4.3നെ 43/10 എന്നും അതുപോലെ തന്നെ 25 2.5നെ 25/10 എന്നും എഴുതി കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 43ഉം 25ഉം കൂടെ കൂട്ടി നോക്കുക. അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും, 68/10 എന്ന് ഉത്തരമായിട്ട് കിട്ടും. ഇനി 68/10 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു. എങ്ങനെയാണ് ഇതിനെ ദശാംശമാക്കിയിട്ട് എഴുതുക, എത്രയാണോ താഴെയുള്ള ഛേദം എന്ന് നോക്കുക. 10 ആണ്. അപ്പോൾ അതിന് ഒരു 0 അപ്പോൾ ഈ 68 എഴുതിയിട്ട് അതിനെ ഒരു സംഖ്യ മാറ്റിയിട്ട് നമ്മൾ ദശാംശം ഇട്ട് കൊടുക്കുക. അപ്പോൾ 6.8 എന്ന് തന്നെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വീണ്ടും വരയുടെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്, 6.8 സെൻറ്റിമീറ്റർ എന്ന് തന്നെ നമുക്ക് വീണ്ടും കിട്ടും. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. എല്ലാ ആൻസറും സെയിം തന്നെയാണ്. ഇനി 4.3 സെൻറ്റിമീറ്ററും 2.8 സെൻറ്റിമീറ്ററുമാണ് കൂട്ടുന്നത് എങ്കിൽ എത്രയായിരിക്കും കിട്ടുന്നുണ്ടാവുക, ഇവിടെ നമ്മൾ
ഒന്നുകിൽ നമ്മളിങ്ങനെ കൂട്ടി നോക്കുക, 4.3 2.8 കൂടെ കൂട്ടി നോക്കുക. ആദ്യ ദശാംശ സംഖ്യകൾ കൂട്ടുക. 8ഉം 3ഉം എത്രയാണ്? 11 11ൻ്റെ 1 ഇട്ട് കൊടുക്കുക. ഒരെണ്ണം ഇങ്ങോട്ടാണ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്. അപ്പോൾ 4ഉം 1ഉം 5, 5ഉം 2ഉം 7 ഇട്ട് കൊടുക്കുക. ദശാംശം അവിടെ തന്നെ ഇട്ട് കൊടുക്കുക. 7.1 7.1 എന്ന് നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ 43നെ നമുക്ക് കൂട്ടി നോക്കണം അല്ലേ? 43 പ്ലസ് 28 ചെയ്ത് നോക്കുക. എത്രയാണ്? 40ഉം 20ഉം 60 60 കിട്ടി. 60ഉം 8ഉം 3ഉം 11. അപ്പോൾ 60 പ്ലസ് 11 എന്ന് പറയുന്നത് 71 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ 71 മില്ലി ലിറ്ററാണ് നമുക്ക് പറയാം. ഇനി നമുക്കിതിന് ദശാംശമാക്കണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 7 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 1 മില്ലി ലിറ്ററുമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത രൂപത്തിൽ ഇങ്ങനെ എഴുതാം. 73 പ്ലസ് 28/10 എന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 71.10 എന്ന് കിട്ടും. 71.10 എന്ന് പറഞ്ഞാൽ 7.1 എന്നുള്ളതിലേക്ക് നമുക്ക് കിട്ടും. എങ്ങനെ പോയാലും നമുക്ക് ആൻസർ സെയിം ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ആ കാര്യം തന്നെയാണ് ഇവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളത്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. ഇനി മാത്രമല്ല, ഇനി അടുത്തൊന്ന് പറയുന്നത് 3.5 ലിറ്റർ എണ്ണയുള്ള ഒരു പാത്രത്തിൽ 6.25 ലിറ്റർ എണ്ണ കൂടി ഒഴിച്ചു. ഇപ്പോൾ പാത്രത്തിൽ എത്രയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ് കൂട്ടുകാരെ? 3.5 ആണല്ലേ. പിന്നെ ഒഴിച്ചിട്ടുള്ളത് 6.25 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടി നോക്കേണ്ടത് 6.25 എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ടത് ഈ 3.5 ആണല്ലേ. 3.5 എന്ന് എഴുതുക. ഇവിടെ ഒന്നുമില്ല, അപ്പോൾ നമ്മളിവിടെ 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കൂട്ടി നോക്കുക. ഇവിടെ 5 കിട്ടും. 5 2ഉം 7 കിട്ടും. 0.6 3 9 കിട്ടും. 9.75 എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഇത് പല രൂപത്തിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അടുത്ത രൂപം എന്ന് പറയുന്നത്? ഈ ഒരു 3.5നെ 35/10 എന്ന് എഴുതാം. ഈ 6.25 നമുക്ക് എന്ത് എഴുതാം? 625/10 എഴുതാൻ വേണ്ടി പറ്റില്ല. 3 സംഖ്യകളാണുള്ളത്. ദശാംശം കഴിഞ്ഞ് 2 സംഖ്യയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 100 എഴുതാനേ വേണ്ടി പറ്റുള്ളൂ. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 35നെ നമുക്ക് 10 ആയിട്ട് ഗുണിച്ചു നോക്കാം. 35 × 10 താഴെയും 10 × 10 എന്ന് വരും. ഓക്കെ, അഥവാ 350/100 എന്നതിലേക്ക് നമുക്കിതിനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. കാരണം 100 ഇവിടെ ഛേദമായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെ മാറ്റി എഴുതാം. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ 350 പ്ലസ് 625/100 ചെയ്ത് നോക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിനെ 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യേണ്ട നമ്മൾ ദശാംശം എഴുതിയിട്ടാൽ മതി. അപ്പോൾ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 350ഉം 625ഉം കൂടെ കൂട്ടുമ്പോൾ 975 എന്ന് കിട്ടും. ഇതിന് നമ്മൾ എങ്ങനെ എഴുതാം? 975 എഴുതി 2 സംഖ്യകൾ മാറ്റി ദശാംശം ഇട്ട് അതോ 9.75 എന്ന് കിട്ടും. ഇത് തന്നെയാണ് നമുക്ക് നേരത്തെയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സെയിം ആൻസർ ആണ് വരുന്നത്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതിൽ നമുക്ക് ചെയ്യാമെന്ന് മാത്രം. ഇനി അടുത്തത്, ഒരാൾ 2.5 കിലോഗ്രാം അരിയും 3.125 കിലോഗ്രാം പച്ചക്കറിയും വാങ്ങി. ആകെ എത്ര ഭാരമായി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 2.5നെ 25/10 എന്ന് എഴുതാം. ഇനി 3125 ആണ്. അതിന് 3 സംഖ്യകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് 25/10 എന്നുള്ളതിനെ നമ്മൾ 1000ലേക്ക് മാറ്റണം അല്ലേ? അതിനെന്ത് ചെയ്യണം? 25നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 25 × 100 10 × 100 എന്ന് ചെയ്യുക. എത്ര കിട്ടും? 2500 കിട്ടും. 2500 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 2500 ഡിവൈഡഡ് ബൈ 1000 പ്ലസ് എന്ത് ചെയ്യണം? ഈ 3125/1000 ചെയ്തു നോക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ആ ഉത്തരമാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ നമ്മൾ കൂട്ടിയിട്ടുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്ത് ചെയ്യണം? ഇതിന് രണ്ടിനും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5625 എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ 5265നെ 5625/1000 ആണല്ലേ. അതിനെ നമ്മൾ എങ്ങനെ മാറ്റും? കിലോഗ്രാമിലേക്ക്. നമുക്ക് ഈ സംഖ്യ തന്നെ എഴുതി കൊടുക്കാം. എന്നിട്ട് ദശാംശം നോക്കുക. ഇവിടെ 1 2 3 പൂജ്യമാണുള്ളത്. അപ്പോൾ 3 സ്ഥാനം കഴിഞ്ഞിട്ട് നമ്മൾ ദശാംശം ഇട്ട് കൊടുക്കുക. അഥവാ 5.62 kg കിലോഗ്രാമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്.
അപ്പോൾ ആദ്യത്തേത് കൊടുത്തിട്ടുള്ളത് സ്കൂൾ വാർഷികത്തിന് ക്ലാസ് അലങ്കരിക്കുവാൻ അനു 8.5 മീറ്റർ തോരണവും സാറ 7.8 മീറ്റർ തോരണവും വാങ്ങി. രണ്ടുപേരും കൂടി എത്ര മീറ്റർ തോരണം ഉണ്ടാക്കി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടെ ഒന്നെങ്കിൽ നമുക്ക് കൂട്ടി നോക്കാം. അഥവാ 8.5 പ്ലസ് 7.8 എന്ന് എഴുതിയിട്ട് കൂട്ടി നോക്കാം. എത്ര കിട്ടും? 5ഉം 8ഉം കൂടെ എത്ര? 13. ബാക്കി 1 മേലെ എഴുതി കൊടുക്കുക. 8 1 9, 9ഉം 7ഉം 16. അപ്പോൾ 16 ഇവിടെ കിട്ടും. ഇവിടെ ദശാംശം ഇട്ട് കൊടുക്കുക. 16.3 എന്ന് കിട്ടും. ഓക്കെ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 85നെ നമുക്ക് ഭിന്നസംഖ്യയാക്കിയിട്ട് എഴുതാം. 85/10, കാരണം ഇവിടെ ദശാംശം കഴിഞ്ഞ് ഒരു സംഖ്യയാണുള്ളത്. അപ്പോൾ 10 എന്ന് വരും. പ്ലസ് 78 ബൈ ദശാംശം കഴിഞ്ഞ ഒരു സംഖ്യയാണ് 10 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ രണ്ടും ഒരേ ഛേദമായതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ടതില്ല. 85ഉം 78ഉം കൂടെ കൂട്ടി നോക്കുക. 163 എന്ന് കിട്ടും. 163/10. ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ദശാംശത്തിലാക്കിയാൽ മതി. നമുക്കറിയാം ദശാംശത്തിലാക്കുമ്പോൾ ഇത് സെയിം സംഖ്യ തന്നെ എഴുതി കൊടുക്കുക. ഇവിടെ ഒരു പൂജ്യമാണുള്ളത്, അതുകൊണ്ട് ഒരു സംഖ്യ മാറ്റിയിട്ട് നമ്മൾ ദശാംശം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 16.3 എന്ന് ഉത്തരമായിട്ട് കിട്ടും. ഇനി അടുത്തത് നോക്കാം. രണ്ടാമത്തേതാണ്. അമലിൻ്റെ യൂണിഫോമിന് 2.25 മീറ്റർ തുണിയും സാഗറിന് 1.85 മീറ്റർ തുണിയും വേണം. രണ്ടുപേർക്കും കൂടി എത്ര മീറ്റർ തുണി വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. 2.25 പ്ലസ് 1.85. 5 5 10, ബാക്കി 1, 8 1 9, 9ഉം 2 എത്രയാണ്? 11. ഓക്കെ. ബാക്കി 1 ഇട്ട് കൊടുക്കുക, ദശാംശം ഇട്ട് കൊടുക്കുക, 1 ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക. 2 1 3, 3 1 4. അപ്പോൾ എത്രയായി? 4.10 എന്നായിട്ട് മാറി അല്ലേ? 4.10 എന്നതിലേക്ക് മാറ്റുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 4.10 എന്നുള്ളതാണ്, 10 മീറ്റർ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നമ്മൾ ഈ ചെയ്ത പോലെയും നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. എത്ര ചെയ്യണം? നമുക്കിവിടെ 225 ആണല്ലേ. 225 ഡിവൈഡഡ് ബൈ 2 സംഖ്യയുണ്ട്, 100 കൊണ്ടാണ് ചെയ്യേണ്ടത്. പ്ലസ് ഇവിടെ എത്രയാണ്? 185 ഡിവൈഡഡ് ബൈ 100. എത്ര കിട്ടും? 2 കൂടെ നമുക്ക് 410 എന്ന് ഉത്തരം കിട്ടും. 410/100 എന്ന് കിട്ടും. 410 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 ദശാംശമാണുള്ളത്, 4.10 എന്നായിട്ട് മാറും. ഓക്കെ. 4.10 മീറ്റർ എന്നായിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഇനി അടുത്തത്, ഒരു ടിന്നിന് 2.85 കിലോഗ്രാം ഭാരമുണ്ട്. അതിൽ 12.5 കിലോഗ്രാം അരിയുണ്ട്. ടിന്നിനും അരിക്കും കൂടി എത്ര ഭാരമുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് രീതിയിലാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമുക്ക് ഒരു ടിന്നിൻ്റെ ഭാരം എഴുതി കൊടുക്കാം. 2.85 പ്ലസ് എന്ത് നോക്കണം? ഇവിടെ 12 ആണല്ലേ. അപ്പോൾ ആദ്യം 12 എഴുതുക. 12.5 എന്ന് എഴുതി കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടി നോക്കണം. ഇവിടെ 5 താഴേക്ക് എഴുതുക. 8ഉം 5ഉം കൂടെ എത്രയാണ്? 13. ബാക്കി 1, ആ 1 ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക. 2 2 4, 4ഉം 1ഉം 5. ഈ 1 ഇറക്കി എഴുതുക. എത്രയാണ്? 15. ഇവിടെ ദശാംശം അതേ കറക്റ്റിൽ തന്നെ എഴുതി കൊടുക്കുക. 15.35 എന്ന് ഉത്തരം കിട്ടും. ഉത്തരം എത്രയാണ്? 15.35 എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇതിനെ നേരത്തെ ചെയ്ത പോലെ ഭിന്നസംഖ്യ ആയിട്ടും ചെയ്യാവുന്നതാണ്. കൂട്ടുകാർ ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കുക. ഇനി നാലാമത്തേത്, ബഗുൾ ദിവസം രാവിലെ, സ്കൂൾ ദിവസമായിരിക്കും കേട്ടോ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. സ്കൂൾ ദിവസവും രാവിലെ 2.25 കിലോമീറ്ററും വൈകിട്ട് 1.5 കിലോമീറ്ററും വ്യായാമത്തിനായിട്ട് നടക്കും. ബഗുൾ ദിവസവും വ്യായാമത്തിനായിട്ട് എത്ര കിലോമീറ്ററാണ്? ബഗുളാണ്. ഓക്കെ. ബഗുൾ എന്ന് പറയുന്നത് പേരാണ്, അങ്ങനത്തെ പേര് കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. ബഗുൾ ദിവസവും എത്ര കിലോമീറ്റർ നടക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബഗുൾ രാവിലെ നടക്കുന്നത് എത്രയാണ് കൂട്ടുകാരെ? 2.25 ആണല്ലേ. വൈകിട്ട് നടക്കുന്നത് 1.5 ആണ്. രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ പോരെ. ഇവിടെ 5 കിട്ടും, 5 2 7 കിട്ടും, 2 1 3 കിട്ടും. അഥവാ 3.75 കിലോമീറ്റർ ആണ് നടക്കുന്നത്. ഓക്കെ. 3.75 കിലോമീറ്റർ.
ഇനി ഇതിനെ മറ്റേ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. 225 ഡിവൈഡഡ് ബൈ ഇവിടെ 2 എണ്ണാണുള്ളത്, അപ്പോൾ 100 എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ പ്ലസ് എന്താണുള്ളത് 115.10 ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 15.10 15 ഡിവൈഡഡ് ബൈ 10 എന്നുള്ളതിനെ 100ലേക്ക് മാറ്റണം അല്ലേ. അതിനെന്ത് ചെയ്താൽ മതി, നമ്മൾ 15 × 10 10 × 10 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും, 150/100 എന്ന് കിട്ടും. എന്നിട്ട് 225 + 150/100 ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ്, 300ഉം 375 എന്ന് കിട്ടും. 375/10 എന്ന് കിട്ടും. 375/10 എന്ന് പറയുന്നത് എത്രയാണ്, 3/75 എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ലാസ്റ്റത്തേത് 2 ചെറിയ കുപ്പികളിലായിട്ട് 0.850 ലിറ്ററും 0.375 ലിറ്റർ വീതം തേനുമുണ്ട്. ഇത് ഒരു വലിയ കുപ്പിയിൽ ഒഴിച്ചു. വലിയ കുപ്പിയിൽ ഇപ്പോൾ എത്ര ലിറ്റർ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കണം അല്ലേ. ഇവിടെ കൂട്ടി നോക്കുന്നത് വളരെ സിമ്പിളാണ്. 0.850 പ്ലസ് എത്രയാണ്, 0.375. ഇത് രണ്ടും കൂടെ കൂട്ടുക. ഇവിടെ 5 വരും, 5ഉം 7ഉം കൂടെ 12 വരും. ബാക്കി 1, 8 1 9, 9ഉം 3ഉം 9ഉം 12 എന്ന് വരും അല്ലേ. 9 12 എന്ന് വരും. ആ 12ൻ്റെ 2 അവിടെ ഇട്ട് കൊടുക്കുക, 1 ഇങ്ങോട്ട് പോവും. അപ്പോൾ ഇവിടെ 1 മാത്രമേ ഉള്ളൂ, ഇവിടെ 2 0 അപ്പോൾ 1 വരും. അപ്പോൾ എത്രയായി, 1.225 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ ആകെ എത്രയാണ്, 1.225 ലിറ്റർ തേനാണ് ഉണ്ടായിരിക്കുക. ലിറ്റർ തേൻ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി നമുക്ക് താഴേക്ക് പോയാലോ. ഇതെല്ലാം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് താഴേക്ക് പോയി നോക്കാം. അടുത്തതായിട്ട് ഈ അളവുകൾ കുറയ്ക്കേണ്ടി വരുന്നത്, ഇപ്പോൾ നമ്മൾ കൂട്ടിയിട്ടാണ് പഠിച്ചത് അല്ലേ. ഇനി ഇത് കുറയ്ക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുക, 8.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഈർക്കിളിൽ നിന്നും 3.2 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കഷ്ണം ഒടിച്ചു കളഞ്ഞാൽ മിച്ചമുള്ള ഈർക്കിളിൻ്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറക്കുന്നതും ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 8.5നെ 85/10 എന്ന് എഴുതാം. അതിൽ നിന്നും 32/10 കുറക്കണം അല്ലേ. അപ്പോൾ ഈ 85ൽ നിന്നും 32 കുറക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ കുറച്ച് നോക്കാം അല്ലേ. 85 - 32 ചെയ്ത് നോക്കുക. ഇവിടെ 5 ആണ്, അപ്പോൾ 5ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ ബാക്കി 3. പിന്നെ ഇവിടെ 8 ആണ്, 8ൽ നിന്നും 3 കഴിഞ്ഞാൽ 53. അപ്പോൾ ഉത്തരം എത്ര കിട്ടും, 53/10 എന്ന് കിട്ടും. ഈ 53/10 എന്ന് പറഞ്ഞാൽ 5.3 എന്നാണല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ പറയുന്നത് ഇത് തന്നെയാണ്. 53/10 എന്ന് പറയുന്നത് 5.3 ആണ്. മിച്ചമുള്ള ഈർക്കിളിൻ്റെ നീളം എന്ന് പറയുന്നത് 5.3 സെൻറ്റിമീറ്റർ ആണ്. ഇനി കണക്കൽപ്പം മാറ്റി ഇങ്ങനെയാക്കിയാലോ, 8.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഈർക്കിളിൽ നിന്നും 3.7 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കഷ്ണം ഒടിച്ചു കളഞ്ഞാൽ മിച്ചമുള്ള ഈർക്കിളിൻ്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ കണക്കാക്കേണ്ടത് ഇതേപോലെ തന്നെയാണ് കണക്കാക്കേണ്ടത്. എങ്ങനെയാണ്, 8.5 എന്ന് പറയുന്നത് 85/10 എന്നായിട്ട് വരും. 3.7 എന്ന് പറയുന്നത് 37/10 ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 85/10 നിന്നും 85 - 37 ഡിവൈഡഡ് ബൈ 30 ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുന്നത്, 85ൽ നിന്നും നമ്മൾ 37 മൈനസ് ചെയ്യുക. ഇവിടെ എന്താണ്, ഇവിടെ 5 ആണ്, ഇവിടെ 7 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് പറ്റില്ല, ഇവിടെ ഒന്ന് അങ്ങോട്ട് കടമെടുക്കും. അപ്പോൾ ഇവിടെ 7 ആയിട്ട് മാറി, ഇവിടെ 15 ആയിട്ട് മാറി. അപ്പോൾ 15ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 8 കിട്ടും അല്ലേ. ഇനി ഇവിടെ ഉള്ളത് 7 ആണ്. അപ്പോൾ 7ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത് കൂട്ടുകാരെ, 4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 48 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ എത്ര വരും, 48/10 എന്ന് വരും. 48/10 എന്ന് പറയുന്നത് 4.8 ആണ് അല്ലേ. അഥവാ 4.8 എന്നുള്ളതാണ് ഉത്തരമായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ 4.8 സെൻറ്റിമീറ്റർ ആണ് അവിടെ ഇപ്പോൾ ഉള്ള ഈർക്കിളി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇവിടെ മിച്ചമുള്ള ഈർക്കിളി എത്രയാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു കണക്ക് നോക്കൂ. ഒരു ചാക്കിൽ 15 കിലോഗ്രാം അരിയുണ്ട്. ഇതിൽ നിന്ന് 4.25 കിലോഗ്രാം അരി ഒരു സഞ്ചിയിലാക്കി.
ചാക്കിൽ ഇനി എത്ര കിലോഗ്രാം അരി ഉണ്ടെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് എന്ന് പറയുന്നത് 15 കിലോഗ്രാം ആണ്, മറ്റൊന്ന് പറയുന്നത് 4.25 ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഒന്ന് 15 ആണ്. 15 എന്ന് പറയുന്നത് ഒരു സംഖ്യയാണ്, അവിടെ ഇതാക്കി എഴുതാൻ പറ്റില്ല. 15/1 എന്നാക്കിയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അടുത്ത് 425 നമുക്ക് 100 കൊണ്ടാണ് എഴുതേണ്ടത്, കാരണം അവിടെ 2 ദശാംശം കഴിഞ്ഞ് 2 സ്ഥാനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 15 നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? 15 × 100 ഡിവൈഡഡ് ബൈ 1 × 100 എന്ന് ചെയ്യാം. അപ്പോൾ 15/100 എന്ന് കിട്ടും. 1500/100 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെയാണ് കൂട്ടേണ്ടത്. 1500 - 425/100 എന്ന് കൊടുക്കുക. എന്നിട്ട് 1500 425 കൊണ്ട് നമ്മൾ കുറച്ച് നോക്കണം. നമുക്ക് ഇങ്ങനെ കുറച്ച് നോക്കാം, നമ്മൾ നോർമൽ കുറക്കുന്ന പോലെ 425. ഓക്കെ. ഇനി ഇവിടെ നോക്കും, ഇവിടെ 0 ആണ്, അപ്പോൾ പോവില്ല. അപ്പോൾ ഇവിടുന്ന് കടെടുക്കാൻ പോയപ്പോൾ അവിടെയും 0 ആണ്. അപ്പോൾ ഇപ്പുറത്ത് കടെടുത്തു, അപ്പോൾ ഇവിടെ 4 ആയിട്ട് മാറി. ഇവിടെ 10 ആയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടെടുത്തപ്പോൾ ഇവിടെ 9 ആയി, ഇവിടെ 10 ആയി. അപ്പോൾ 10ൽ നിന്നും 5 പോയ 5 ആണ്. ഇവിടെ 9ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ 7 ആണ്. അതുപോലെ ഇവിടെ ഉള്ളത് 4, ഇവിടെ ഉള്ളത് 4. അപ്പോൾ 0 എന്ന് വരും, ഇവിടെ 1 എന്ന് വരും. 1075 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് 1075/100 എന്നുള്ളതാണ് അല്ലേ. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ നമ്മൾ കിലോഗ്രാം ആക്കിയിട്ട് ദശാംശ രൂപത്തിൽ എഴുതിയാൽ മാത്രം മതി അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 1075 എന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് എത്ര 0 ആണുള്ളത്? 2 എണ്ണമാണല്ലേ, അഥവാ 2 എണ്ണം കഴിഞ്ഞ് ദശാംശം ഇട്ട് കൊടുക്കാം. അപ്പോൾ 10.75 എന്നുള്ളത് ഉത്തരമായിട്ട് അവിടെ കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്. 10.75 കിലോഗ്രാം അരിയാണ് മിച്ചമായിട്ട് അവിടെ ഉള്ളത്. ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകളാണ്, നമുക്ക് അതിലേക്ക് കിടക്കാം. അത് ഓരോന്നായിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തേത് 14.7 മീറ്റർ നീളമുള്ള ഒരു കമ്പിയിൽ നിന്നും 7.75 മീറ്റർ മുറിച്ചെടുത്താൽ ബാക്കിയുള്ള കമ്പിയുടെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം 1 എന്ന് നമ്പർ കൊടുക്കുക. ഒന്നാമത്തേതിൻ്റെ ഉത്തരമാണ് നോക്കുന്നത്. ഇവിടെ കമ്പിയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? കമ്പിയുടെ നീളം എത്രയാണ്? 14.7 മീറ്റർ ആണല്ലേ, 7 മീറ്റർ ആണ്. ഇനി അടുത്തത് മുറിച്ച കഷ്ണത്തിൻ്റെ നീളം. മുറിച്ച കമ്പിയുടെ നീളം എന്ന് പറയുന്നത് 7.75 മീറ്റർ ആണ്. ഇനി അവശേഷിക്കുന്നത് 14.7 - 7.75. ഇതാണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് നമുക്ക് രണ്ടും കൂടെ ഒന്ന് കുറച്ച് നോക്കാം. നോർമൽ നമ്മൾ കുറക്കുന്ന പോലെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. 14.7 7.75. ഓക്കെ. മൈനസ് ചെയ്യുക. ഇവിടെ എന്താണ്? 0 എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കുക, അവിടെ ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ 0ൽ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒന്ന് കട എടുക്കുക. അപ്പോൾ ഇവിടെ 10 ആയി, ഇവിടെ 6 ആയിട്ട് മാറി അല്ലേ, 6 ആയിട്ട് മാറി. ഇനി 10ൽ നിന്നും 5 പോയി കഴിഞ്ഞാൽ 5. 6ൽ നിന്നും 7 പോകാൻ വേണ്ടി പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് വീണ്ടും പോകണം. അവിടെ 4 എന്നുള്ളത് 3 ആവും. ഇവിടെ 16 ആയിട്ട് മാറും. 16ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ ബാക്കി 9 ആണുള്ളത്. ദശാംശം ഇട്ട് കൊടുക്കുക. അതിനുശേഷം 3ൽ നിന്നും 7 പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? 13ൽ നിന്ന് നോക്കാം. 13ൽ നിന്നും 7 പോകുമ്പോൾ ബാക്കി 6 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 6.95 മീറ്റർ എന്നുള്ളതാണ്. 95 മീറ്റർ. ഓക്കെ. ഈ രൂപത്തിൽ നമുക്കിത് എഴുതാവുന്നതാണ്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്തത് രണ്ടാമത്തേതിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തേതിൽ ഒരു ചാക്കിൽ 38.7 കിലോഗ്രാം അരിയുണ്ട്. അതിൽ നിന്നും 12.35 കിലോഗ്രാം അരി ഉപയോഗിച്ചു. ബാക്കി എത്ര കിലോഗ്രാം അരി ഉണ്ടെന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമുക്ക് എഴുതി നോക്കാം അല്ലേ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ചാക്കിലുണ്ടായിരുന്ന അരിയാണ്. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ചാക്കിലുണ്ടായിരുന്ന അരി എന്ന് എഴുതി കൊടുക്കാം. ചാക്കിലുണ്ടായിരുന്ന അരി എത്രയാണ്?
38.7 എന്നുള്ളതാണ്. ഇനി അത് ഉപയോഗിച്ച അരി എത്രയാണ്? ഉപയോഗിച്ച അരി 12.35 എന്നുള്ളതാണ്. ഇനി ബാക്കി അരിയാണ് അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബാക്കി അരി ഈ 38.7 മൈനസ് 12.35 എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? 38.7 മൈനസ് 12.35 ആണ്. അപ്പോൾ ഇവിടെ 2 0 കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം, എന്നിട്ട് മൈനസ് ചെയ്യുക. ഇവിടെ നിന്നും 0 മൈനസ് 0 0 0 ആയിട്ട് മാറും. ഇവിടെ എന്താണ്? ഇവിടെ 0 ആണ്. അപ്പോൾ ഇതിൽ നിന്നും ഇങ്ങോട്ടൊന്ന് കൊടുക്കുക. ഇവിടെ 6 ആയിട്ട് മാറും. ഇവിടെ 10 ആവും. 10ൽ നിന്നും 5 പോയി കഴിഞ്ഞാൽ 5, 6ൽ നിന്നും 3 പോയി കഴിഞ്ഞാൽ ബാക്കി 3. ഇനി ഇവിടെ 8 ആണ്. 8ൽ നിന്നും 2 പോയാൽ 6, 3ൽ നിന്നും 1 പോയി കഴിഞ്ഞാൽ 2. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 26.350 കിലോഗ്രാം ആണ്. ഓക്കെ, കിലോഗ്രാം. ക്ലിയർ അല്ലേ? ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കിത് മായ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഇറേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി മൂന്നാമത്തേത് നോക്കാം. മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്റർ ആണ്. നീളം 6.4 സെൻറ്റിമീറ്ററും വീതി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? ആദ്യം എഴുതാം. ചുറ്റളവ് 24 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഒരു വശത്തിൻ്റെ നീളം, ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 6.4 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വീതിയാണ്. വീതി നോക്കണമെങ്കിൽ ഒരു ചതുരം ഇതാണെന്ന് വിചാരിക്കുക. ഇതാണ് ഒരു ചതുരം. ഈ ചതുരത്തിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 6.4 ആണ്. ഇതെന്ന് പറയുന്നത് 6.4 ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് മൊത്തം എന്ന് പറയുന്നത് 24 ആണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ കൂട്ടണം, എന്നിട്ട് അതിൽ നിന്നും ഈ 24 മൈനസ് ചെയ്യണം. 24 മൊത്തമാണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ കണക്കാക്കേണ്ടത് എന്താണ്? 2 വശത്തിൻ്റെ നീളമാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. 2 വശത്തിൻ്റെ നീളം കൂട്ടുകാർ വൃത്തിയിൽ എഴുതണം കേട്ടോ. 6.4 പ്ലസ് 6.4 എത്ര കിട്ടും? 12.8 എന്ന് കിട്ടും. അപ്പോൾ 12.8 ഈ 2 ഭാഗവും ഈ 2 ഭാഗവുമാണ്. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്നും ഈ 24 മൈനസ് ചെയ്താൽ മതി അല്ലേ? ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് 24 ഒരു വശത്തിൻ്റെ വീതി എത്ര എന്നുള്ളതാണ്. അതിന് നമ്മൾ 24 മൈനസ് 12.8 ചെയ്ത് നോക്കുക. എത്രയാണ്? ഇവിടെ നോക്കൂ കൂട്ടുകാർ, ചെയ്ത് നോക്കൂ. 24 ഒരു 0 ഇട്ട് കൊടുക്കുക. 12/8 മൈനസ് ആണ്. ഇവിടെ എന്താണ്? പോവില്ല, ഇതിൽ നിന്നും പോകും. അപ്പോൾ ഇവിടെ 3 ആവും, ഇവിടെ 10 ആവും. ഇവിടെ 10ൽ നിന്നും 8 പോയാൽ ബാക്കി 2. പിന്നെ 3 ആണ്. 3ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ ബാക്കി 1. 2ൽ നിന്നും 1 പോയാൽ ബാക്കി 1. ഉത്തരം എന്ന് പറയുന്നത് 11.2 ആണ്. ഈ 11.2 എന്ന് പറയുന്നത് ഈ ഭാഗത്തിൻ്റെയും ഈ ഭാഗത്തിൻ്റെയും കൂടെ കൂട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്നും നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 11.2 എന്നുള്ളതിനെ നമ്മൾ 112 എന്നാക്കിയിട്ട് എഴുതും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എത്ര കിട്ടും? 1ൽ പോവില്ല. 11ൽ 5 പ്രാവശ്യം പോവും. 5 × 2 10 ആണ്. ബാക്കി ഇവിടെ 1 വരും, 12 എന്ന് വരും. 12ൽ എത്ര തവണ പോവും? 12ൽ 6 തവണ പോവും. 12 ശിഷ്ടം 0 എന്ന് വരും. ഉത്തരം 56 എന്നുള്ളതാണ്. ഈ 56നെ നമ്മൾ എങ്ങനെ ദശാംശത്തിലാക്കി എഴുതും? 56നെ 5.6 എന്ന രൂപത്തിൽ എഴുതും. കാരണം 56 എന്ന് പറഞ്ഞാൽ 56/10 എന്നുള്ളതാണ്. 5.6 എന്നുള്ളതാണ് ഈ ഭാഗത്തിൻ്റെ വീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 5.6, ഇവിടെ 5.6. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ ചോദ്യമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. 4 ഒരു കുപ്പിയിൽ 4.50 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. അതിൽ നിന്ന് 0.475 ലിറ്റർ പാചകത്തിനെടുത്തു. ബാക്കി എത്ര ലിറ്റർ വെളിച്ചെണ്ണയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ കുപ്പിയിലുണ്ടായിരുന്ന എണ്ണ എന്ന് പറയുന്നത് എത്രയാണ്? കുപ്പിയിലെ വെളിച്ചെണ്ണ
2.50. ഓക്കെ, പാചകത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് എത്രയാണ്? 0.475 ആണ്. ഇനി ബാക്കിയുള്ളത് കാണാം. ഈ 2.50 മൈനസ് 0.475 ആണ് നമ്മൾ ചെയ്തു നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ചെയ്തു നോക്കാം. എങ്ങനെ ചെയ്യണം? 0.5 അതിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 475 ആണ്. ദശാംശം ഇവിടെ 0 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെയും 0 ഇവിടെയും 0 ഇട്ട് കൊടുക്കുക, മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 0-ൽ നിന്ന് പോവുമോ? ഇല്ല, ഇവിടെയും പോവില്ല. അപ്പോൾ ഇവിടെ 5-ൽ നിന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ 4 ആയിട്ട് മാറി. ഇങ്ങോട്ട് 1 കൊടുത്ത് ഇവിടെ 10 ആയി. 10-ൽ നിന്ന് 1 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 9 ആയി. ഇവിടെ 10 ആയി. അപ്പോൾ 10-ൽ നിന്നും 5 പോയാൽ ബാക്കി 5. 9-ൽ നിന്നും 7 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 2 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ 4 ആണ്. അപ്പോൾ 0 എന്ന് വരും. ഇവിടെ എന്താണ്? 2 താഴേക്ക് എടുത്തെഴുതുക. ഉത്തരം എന്ന് പറയുന്നത് 2.025 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇനി ബാക്കിയുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 5-ാമത്തെ ചോദ്യമാണ്. 14.32 എത്ര കൂട്ടിയാൽ 16.43 കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ വലിയ സംഖ്യയായിട്ടുള്ള 16.43 നിന്നും 14.32 മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും? ഇവിടെ 3-ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ ബാക്കി 1, 4-ൽ നിന്നും 3 പോയി കഴിഞ്ഞാൽ ബാക്കി 1, 0.6-ൽ നിന്നും 4 പോയി കഴിഞ്ഞാൽ 2, പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്? 1 ആണ്. അപ്പോൾ അവിടെ 0 എന്ന് വരും. ഉത്തരം എന്ന് പറയുന്നത് 2.11 എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗമാണ്. എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൻസേഴ്സും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത പാഠഭാഗം കൂടെയാണ്. ഇനി ഇതോടുകൂടി ഈ പാഠഭാഗം കഴിഞ്ഞു. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് ഗുണിതങ്ങളും ഘടകങ്ങളും എന്നുള്ള 6-ാമത്തെ പാഠഭാഗമാണ്. അതും ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.